നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയ സമയത്ത് നമ്മളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്തിട്ടുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആളെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പേര് ഓരോ വീഡിയോസിൻ്റെ അടിയിലായിട്ട് കമൻറ്റിലൂടെ പല ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ചില ഡൗട്ട്സുകൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ മാത്രം ഉണ്ടാവില്ല. ആ കമൻറ്റുകൾ സെലക്ട് ചെയ്തിട്ട് ആ കമൻറ്റിന് റീപ്ലൈകളായിട്ടുള്ള ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. കാരണം നോർമലി ഒരു സാധാരണ യൂട്യൂബേഴ്സിന് വരുന്ന ചെറിയ ചെറിയ ഡൗട്ട്സ് ആണ്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി നല്ല രൂപത്തിൽ ചെയ്താൽ നിങ്ങളുടെ ചാനലിൽ തന്നെ നല്ലൊരു ഗ്രോത്ത് കിട്ടാനും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് അവേയിൽ വിൻ ചെയ്തിട്ടുള്ള ആളെ അനൗൺസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പുള്ളിക്കാരന് വരാൻ പോകുന്ന ഗിഫ്റ്റുകൾ, അതുപോലെ കമന്റ്സിനുള്ള റീപ്ലൈകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ഒരു ചാനൽ ഏറ്റെടുത്ത് അവർക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്തത് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലുകൾ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോസിൽ ഓരോ ടിപ്പായിട്ട് പറഞ്ഞു തരാറുള്ളത്. ഇന്ന് നമ്മൾ ഈ കമൻറ്റുകൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം കുറേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസുകൾ മനസ്സിലാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റ്, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിഷയം, ആ വിഷയത്തെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഡൗട്ട്സുകൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കമൻറ്റുകൾ ഡിസ്കസ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഡൗട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ പബ്ലിക്കിൽ അറിയാനുള്ള ഒരു സാധ്യതയും കൂടി ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ കമൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. കമൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് ഞാൻ ഗിവ് അവേ വിന്നറേയും കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കമന്റ് എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത്, ബ്രോ എൻ്റെ ചാനലിന് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി, ഇപ്പോൾ സെക്കൻഡ് ടൈം ആണ്. കാരണം റീയൂസ്ഡ് കണ്ടന്റ് കാരണത്താൽ നമ്മുടെ ചാനൽ, ഈ പുള്ളിക്കാരൻ്റെ ചാനൽ 2 പ്രാവശ്യം റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ചെയ്യുക? ഇനി മോണിറ്റൈസേഷൻ അപ്രൂവ്ഡ് ആവാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മോണിറ്റൈസേഷൻ കട്ടാവാൻ റീയൂസ്ഡ് വരുന്നതിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കാണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, റീയൂസ്ഡ് കണ്ടന്റ് വരുന്നതിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ടതാണ്. ഇനി അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുള്ള ഏതെങ്കിലും വീഡിയോസുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ അതിന് ഭയങ്കര റീച്ച് കിട്ടും. ഈ റീച്ച് കിട്ടുന്ന നേരം അത് മോണിറ്റൈസേഷന് എലിജിബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി അതേപോലെ തന്നെ റീയൂസ്ഡ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ രണ്ടാമത് വീണ്ടും അപ്ലോഡ് ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ചാനലിൽ വന്നിട്ട് നിന്നിട്ടുള്ള ഒരു ലൈവ് വീഡിയോ, ഒരു 2 hour ലൈവ് ആണെങ്കിൽ ആ ലൈവിൽ നിന്ന് പ്രധാനപ്പെട്ട 2-3 വീഡിയോസുകൾ ഏരിയാസിൽ നിന്ന് കട്ട് ചെയ്ത് ആ കട്ടിങ് മാത്രം നമ്മളെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്താൽ അതും റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റീയൂസ്ഡ് കണ്ടന്റ് കാരണത്താൽ മോണിറ്റൈസേഷൻ കട്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുള്ള ഏതൊക്കെ വീഡിയോസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. രണ്ടാമത് വന്നിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത്, ഡോസൺ ആർട്ട് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ്. കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആവുന്നില്ല, കുറേ മെയിൽ ചെയ്തു ബട്ട് നോ റിസൾട്ട്. ഈ കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളോട് പറയാനുള്ളത്, കമ്മ്യൂണിറ്റി ടാബ് കിട്ടുക എന്ന് പറയുന്നത്, ഇന്നലെ വേറൊരു പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ എന്തായാലും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. 1000 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് കംപ്ലീറ്റ് ആയാൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാബ് ഒരിക്കലും കിട്ടില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമലി യൂട്യൂബ് പറയുന്നത് 4 വീക്സ് ആണ്. 4 വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾ ഇനി അതിൻ്റെ ഇടയിൽ കോൺടാക്ട് ചെയ്താൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ സ്പീഡായിട്ട് കിട്ടാറുണ്ട്, ചിലപ്പോൾ ഒരു വീക്ക് കൊണ്ടും ഒക്കെ കിട്ടാറുണ്ട്. നോർമലി ഒരു 4 വീക്സ് ഉണ്ടാവും എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ടാബ് അവൈലബിൾ ആയിട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് ദർ എനി പ്രോബ്ലം ഫോർ എ ഗവൺമെന്റ് എംപ്ലോയി ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? അതായത് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. എൻ്റെ അറിവ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഇല്ല. ഒരുപാട് പേര് നമ്മളടുത്ത് നിന്ന് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന പല ആളുകളുണ്ട്, ഗവൺമെന്റ്
എംപ്ലോയീസ് ആയിട്ടുള്ള പല ആളുകളുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വർക്ക് ചെയ്യുന്നവരുണ്ട്, പല ആളുകളും ചാനൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ല. എനിവേ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അജിൻദാസ് എന്നുള്ള പുള്ളിയാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരാനില്ല എന്നുള്ളതാണ്. ഇനി നേരെ നമ്മളുടെ അടുത്ത കമൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. ആ ഗിവ് അവേയുടെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാൻ ഡിലേ ആയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുറേ തിരക്കുകൾ കാരണത്താലായിരുന്നു ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ ആളെ സെലക്ട് ചെയ്ത് ആളോട് പറഞ്ഞിരുന്നു. പിന്നെയും അനൗൺസ് ചെയ്യാൻ കുറച്ച് തിരക്കുകൾ കാരണം ബുദ്ധിമുട്ടായി. എനിവേ ഇന്നത്തെ ഈ വീഡിയോയിലാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല കമൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ ഗിവ് അവേ വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് നോളജ് ഫാക്ടറി UPSC എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ UPSC റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ചാനൽ, ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നമ്മളുടെ ഓരോ വീഡിയോസും കണ്ടിട്ട് അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അതേപോലെ നമ്മളുടെ ആദ്യത്തിലൊക്കെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും പുതുതായിട്ടില്ല, നേരത്തെ ഉള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നേരത്തെ ഉള്ള ഗ്രൂപ്പിലുള്ള ആളായിരുന്നു. നല്ല റിസൾട്ട് കിട്ടി. ഇപ്പം 5000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് 1000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ ഗിവ് അവേയുടെ നമുക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആളുടെ ചാനലിൽ നമ്മളൊരു 20K വ്യൂസ് കൊടുക്കുന്നുണ്ട്. 20K വ്യൂസ് എന്ന് പറയുന്നത് 4000 റുപ്പീസ് വരുന്നുണ്ട്. ഗൂഗിൾ ആഡ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്ന വ്യൂസ് ആണ്. ഗൂഗിൾ ആഡ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്ന വ്യൂസ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. ഈ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും നമ്മളുടെ ഇഷ്ടപ്പെട്ട് വന്നവരാണ്. അവരെന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 20K വ്യൂസ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. മോണിറ്റൈസ്ഡ് ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലുകൾക്ക് നമ്മൾ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. 1000 മണിക്കൂറിന് വെറും 2000 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് 2000 വാച്ച് അവേഴ്സ് ഇനി ബാലൻസ് ഉണ്ട്. 2000 വാച്ച് അവേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഗിഫ്റ്റ് ആൾക്ക് നമ്മൾ അഡ്രസ്സ് വാങ്ങിയിട്ട് ആൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ 10Kയുടെ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഗിവ് അവേ എന്തായാലും വൈകാതെ തന്നെ ഒരു 2-3 വീഡിയോസ് കഴിയുമ്പോഴേക്ക് ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ ഗിവ് അവേയിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഗിവ് അവേയെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഗിവ് അവേ ചെയ്താൽ ചാനൽ പൂട്ടി പോകുമെന്ന്. നിങ്ങൾ എൻ്റെ ചാനൽ കുറച്ച് ബാക്കോട്ട് നോക്കിയാൽ ഞാൻ 4-5 വീഡിയോസിൽ ഗിവ് അവേ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാനലിൽ ഒരു കുഴപ്പമില്ല. ഗിവ് അവേക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഗിവ് അവേയുടെ പോളിസീസ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഗിവ് അവേ ചെയ്യാൻ പറ്റുക, ഏതാണ് പറ്റാത്ത കേസുകളുണ്ട്. അത് നമ്മളെ നോർമലി മലയാളീസ് ഒന്നും വളരെ കുറവാണ് അങ്ങനത്തെ കേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് നീങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പുള്ളിക്കാരനെ ഞാൻ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്തപ്പോൾ ആൾക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ആളൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്തു നിന്ന് ആൾക്ക് കിട്ടിയിട്ട് ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ച്. ആ വീഡിയോയും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നേരെ നമുക്ക് അടുത്ത കമൻറ്റിൻ്റെ സെക്ഷനിലേക്ക് പോകാം. അടുത്ത കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ചാനലിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകളാണ്. നിങ്ങളുടെ ചാനൽ റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ചെറിയ ഡൗട്ട്സ് ആണെങ്കിൽ പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ആ വിഷയം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. എനിവേ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. എൻ്റെ പേര് ഹരിശങ്കർ എന്നാണ്. എനിക്കൊരു ചാനലുണ്ട്, നോളജ് ഫാക്ടറി എന്നാണ് പേര്. ഇപ്പോൾ യുണൈസ്കയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 10Kയുടെ സമ്മാനം എനിക്കാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ എന്തായാലും അതിന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഉനൈസ്കയുടെ വീഡിയോസ് ഏകദേശം ഞാൻ കണ്ടു തുടങ്ങിയിട്ടൊരു 3 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വീഡിയോ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ അടുപ്പിച്ചൊരു 3 മാസമായിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 3 മാസത്തിന് മുന്നേ 1.1K സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ചാനലായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് ഇപ്പോൾ ഒരു 5.5K, ഏകദേശം 5000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എൻ്റെ ചാനലെന്ന് പറയുന്നത്. നോളജ് ഫാക്ടറി UPSC എന്നാണ് ചാനലിൻ്റെ പേര്. PSC ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഒരുപാട് സഹായം എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിലൊന്നും എനിക്ക് കമ്മ്യൂണിറ്റി ടാബ്, അതേപോലെ ടാഗിൻ്റെ കാര്യങ്ങൾ, ഹാഷ്ടാഗിൻ്റെ കാര്യങ്ങൾ, കീവേഡ്സിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും വേണ്ടത്ര റീച്ചൊന്നും ആവത്തില്ലായിരുന്നു.
ആ സമയത്താണ് ഞാൻ ഉന്നൈസക്കയുടെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അതിലൂടെയാണ് ഉന്നൈസക്കയുടെ ചാനലിലോട്ട് എത്തുന്നതും അതിൽ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ താഴെ കണ്ട ഒരു ലിങ്ക് വഴി ഉന്നൈസക്കയുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഫാമിലി പോലെയാണ്. കാര്യം ഒരുപാട് യൂട്യൂബേഴ്സ്, അതിനകത്ത് 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ തൊട്ട് 2 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ വരെ ആ ഗ്രൂപ്പിനകത്ത് അംഗങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്തെങ്കിലും ചാനൽ ഹാക്കാവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്യും. പോരാത്തതിന് എപ്പോൾ വിളിച്ചാലും ഉന്നൈസക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ നമുക്ക് നേരിട്ട് തന്നെ ഉന്നൈസക്കായിട്ട് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അതുമായിട്ട് കോൺടാക്ട് ചെയ്താലും എപ്പോഴും ആൾക്കാർ അവൈലബിൾ ആയിരിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള സഹായം എനിക്ക് ഉന്നൈസക്കയുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും അതേപോലെ ചാനലിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടി ഒരു ഓവറോൾ പ്രോഡക്റ്റാണ് ഇപ്പോഴത്തെ നിലവിൽ എൻ്റെ ഒരു ചാനൽ. ഇപ്പോൾ നിലവിൽ നല്ലൊരു റീച്ച് ഉണ്ട്, അത്യാവശ്യം റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉന്നൈസക്ക പറഞ്ഞ പോലെ തന്നെയുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രോത്തിലോട്ട് എത്തിയതെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു 10K ഗിഫ്റ്റ് എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ചാനലും നല്ല റീച്ച് ആവട്ടെ. ഒരുപാട് നല്ല നല്ല കണ്ടൻസിനായിട്ട് ഞാൻ ഇനിയും പ്രത്യാശിക്കുന്നു. എന്തായാലും നന്ദി. നമുക്കിനി അടുത്ത കമൻറ്റിലേക്ക് നോക്കാം. അടുത്ത കമൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, എപ്പോഴാണ് നമ്മളെ വീഡിയോസ് കാണാൻ നമ്മളെ ഓഡിയൻസ് വരുന്നത് എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ അനലിറ്റിക്സ് പോയിട്ട് ചെക്ക് ചെയ്തിരുന്നു. ഓഡിയൻസ് സെക്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്തു. ഈ ഓഡിയൻസ് സെക്ഷനിൽ പോയി ചെക്ക് ചെയ്ത സമയത്ത് അവർ അവിടെ കാണുന്നില്ല, നോട്ട് ഇനഫ് വ്യൂവേഴ്സ് എന്നുള്ളതാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ആദർശ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. ആദർശിൻ്റെ ഈ ഒരു കമൻറ്റിന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറച്ച് വീഡിയോസ് ചെയ്താൽ മാത്രമേ ഈ അനലിറ്റിക്സ് അപ്ഡേറ്റ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ 1, 2 അല്ലെങ്കിൽ 5, 8 വീഡിയോ ചെയ്തതുകൊണ്ട് അനലിറ്റിക്സ് അപ്ഡേറ്റ് ആവില്ല. നോർമലി ഉണ്ടാവാറില്ലെന്ന് പറഞ്ഞാൽ 15 വീഡിയോസ് കഴിഞ്ഞാലാണ് അനലിറ്റിക്സ് അപ്ഡേറ്റ് ആവുന്നത്. 15 വീഡിയോ കഴിഞ്ഞ് 16ാമത്തെ വീഡിയോ മുതൽ അനലിറ്റിക്സ് കിട്ടാറുണ്ട്. ഈ 16 വീഡിയോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഡിയൻസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ഓഡിയൻസ് വരുന്ന ടൈമിംഗ് എപ്പോഴാണ്. ആ ടൈമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത്. ഇത് നിങ്ങൾ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അല്ലാതെ നമുക്ക് മാത്രമേ വളരാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. യൂട്യൂബിൽ വളർന്നവരെല്ലാവരും അവരെന്തോ വലിയ ആളുകളായിട്ടല്ല, നമ്മളൊക്കെ ഓരോരുത്തരും ചെറുതിൽ നിന്നാണ് വലുതാവുന്നത്. അതേപോലെ തന്നെ അവരും ചെറുതിൽ നിന്ന് വലുതായവർ തന്നെയാണ്. ഈ ചെറുതിൽ നിന്ന് വലുതാവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഞാൻ വീഡിയോസ് ആയിട്ട് പറയാറുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് നീങ്ങാം. അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാനലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചാനൽ നെയിം ചേഞ്ച് ചെയ്താൽ പ്രശ്നമാകുമോ എന്നുള്ളത്. ചാനൽ ഇടയ്ക്കിടയ്ക്ക് നെയിം ചേഞ്ച് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ചാനൽ വലിയൊരു സ്റ്റേജിലേക്ക് എത്തി, അതായത് ചാനലിൽ പല സ്റ്റേജസ് ഉണ്ട്, ഓരോ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ മെയിൻലി 2 കാറ്റഗറീസ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെ സെൽഫ് ഫേസ് കൊടുത്ത് വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസിൽ നമ്മളെ ഫേസ് ഒന്നും കൊടുത്തിട്ടല്ല, ഫേസ് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചാനൽ നെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഫേസ് കൊടുത്ത് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഫേസാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ആളുകൾ നമ്മളെന്ന വ്യക്തിത്വത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഓഡിയൻസ് നമ്മളെ കൂടെ എന്നും നമ്മളെ വീഡിയോ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മളെ പേര് ഓർമ്മയുണ്ടാവും, നമ്മളെ ചാനലിൻ്റെ നെയിം ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം ഓർമ്മ ഉണ്ടെങ്കിലും ആ നമ്മളോടുള്ളൊരു സ്നേഹബന്ധം അവിടെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചാനൽ നെയിം ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഡിയൻസിനെ അറിയിച്ചിട്ട് ചാനൽ നെയിം ചേഞ്ച് ചെയ്താൽ ഒരു പ്രത്യേകിച്ച് ഇഷ്യൂസ് വരുന്നില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ വോയിസ് ഓവറോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചാനലുകളാണെങ്കിൽ ആ ചാനലുകളുടെ കേസിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആ ചാനലിൻ്റെ നെയിം ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ബ്രാൻഡ് ചെയ്തതാണെങ്കിൽ ആ ഒരു ചാനലിൻ്റെ നെയിം വെച്ചിട്ട് നിങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ചാനലിൽ നെയിം ചേഞ്ച് ചെയ്യുന്നതോടുകൂടി പെട്ടെന്ന് ഓഡിയൻസിന് മനസ്സിലാവില്ല. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഉനൈസ് മുഹമ്മദ് എന്നുള്ള പേരുണ്ട്, അതുപോലെ ഞാൻ എന്ന വ്യക്തിയുണ്ട്. ഞാൻ
എന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നെയിം മാറ്റുന്ന സമയത്ത് ഞാൻ നാളെ മുതലൊന്ന് നെയിം മാറ്റുന്നുണ്ട് കേട്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിലൂടെ അറിയിച്ചാലും ഓഡിയൻസ് ഇഷ്ടപ്പെടും, ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതേ സമയത്ത് വോയിസ് ഓവർ ചാനലുകളാണെങ്കിൽ ചാനലിൽ നെയിം മാറ്റുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നതിനപ്പുറം ചാനലിൻ്റെ നെയിം ആയിരിക്കും ഏറ്റവും കൂടുതൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. ആ മൈൻഡിൽ ആ ഒരു കാര്യം ഫീഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് വരുന്ന ചാനൽ പേര് മാറിയല്ലോ, ഇത് ഞാൻ അറിയാത്ത ചാനലാണ്, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് തവണ മാറ്റാതിരിക്കുക. ഇനി നിങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പേ ആണെങ്കിൽ മാറ്റുന്നത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ മുകളിൽ ആയതിനു ശേഷം മാറ്റാൻ പറ്റില്ല എന്നല്ല, പറ്റും, കുഴപ്പമില്ല. പിന്നെ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ ഉണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാറ്റുകയാണെങ്കിൽ പിന്നെയും വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചാനൽ നെയിം മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നല്ലതല്ല എന്നുള്ളതാണ്. സബ്സ്ക്രൈബേഴ്സ് ലോസ്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ അടുത്ത കമന്റിലേക്ക് നീങ്ങാം. അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ട് സബ് കിട്ടിയില്ല എന്ന്. ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ്. അതിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഗൂഗിൾ ആഡ്സ് എന്തെങ്കിലും ആയിട്ട് വെറുതെ അങ്ങോട്ട് ആഡ് പ്ലേസ് ചെയ്താൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ചിലപ്പോൾ നമുക്ക് ആഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബേഴ്സിന് കിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിന് കിട്ടണം എന്ത് ചെയ്യണം? ഞാനിപ്പോൾ യൂട്യൂബ് ടിപ്സാണ് പറയുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് പറയുന്നത് യൂട്യൂബേഴ്സിലേക്കാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഓഡിയൻസിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം യൂട്യൂബേഴ്സിന് മാത്രമാണ് ഈ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിലേക്ക് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഷുവറാണ്. നമ്മൾ ഗൂഗിൾ ആഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ 10,000 വ്യൂസിന് വെറും 2,000 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇടയിൽ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഞാൻ നേരത്തെ ഗിവ് അവേയുടെ വിന്നർക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയൊക്കെ എഫേർട്ട് ഇട്ട് കിട്ടി, പക്ഷേ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതേപോലെ ഡേറ്റ് കഴിയാനായിട്ടുണ്ട് എന്നുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. 4000 മണിക്കൂർ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു ബോട്ടോ സെർവറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടല്ല, നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതിന് 1000 മണിക്കൂറിന് ആകെ 2000 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി മറ്റ് കമൻസുമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഓരോരുത്തരെയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് നല്ല വർക്കൗട്ട് ചെയ്ത് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പക്ഷേ 1 കണ്ടീഷൻ ഇസ് ദർ, അതായത് നിങ്ങളോട് ഞങ്ങൾ പറയും ഇങ്ങനെ വീഡിയോസ് ചെയ്യണം, ഇത്ര ചെയ്യണം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി തരാൻ തയ്യാറാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് ചാനലിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഉറപ്പ് തരുമെങ്കിൽ റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി തരാം, എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. വർക്കൗട്ട് ചെയ്യാൻ മീൻസ് വീഡിയോസ് ചെയ്യണം എന്നർത്ഥം. വീഡിയോസ് ചെയ്യാതെ ഒന്ന് ചെയ്ത് ഇനി ഒരു 4 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് നന്നായി ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യാന്ന് പറയും, അതിൽ കാര്യമില്ല, അങ്ങനെ പറ്റില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണോ? റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി തരാം, ഉറപ്പ് തരാം. എനിവേ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.